നമ്മുടെ സ്വന്തം തൊപ്പിയുടെ സ്വന്തം മമ്മു. പണ്ട് ചാനൽ അഭിമുഖം എന്ന് പറഞ്ഞാൽ സമൂഹത്തിനും നാടിനും എന്തെങ്കിലും സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളോ ഏതെങ്കിലും മേഖലകളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചവരോ അല്ലെങ്കിൽ അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നവരോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ യൂട്യൂബ് ചാനലുകളിലെ ഗസ്റ്റുകളാണ് ഈ പറയുന്നത്. ഇത്തരത്തിലുള്ളവർ ആരാണ് എന്ന് ചോദിച്ചാൽ ആ അവതാരക പറഞ്ഞത് ആരുടെയോ സ്വന്തമാണെന്നാണ് നമുക്കറിയില്ല. ഇതാരാണ് എന്ന് മനസ്സിലാക്കിയതനുസരിച്ച് കുളിസീൻ കാണാൻ വീടുകൾ തോറും പോയി ഓട് പൊളിക്കുന്ന ഒരുത്തൻ ഈ അവതാരകയുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഇക്കാര്യത്തെക്കുറിച്ച് ആ ചേച്ചി തന്നെ കൂടുതൽ ചോദിക്കും, മനസ്സിലാക്കാം. അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ, നാട്ടുകാരെ എത്രമാത്രം വെറുപ്പിച്ച്. അവൻ എല്ലാവരെയും പോയി ആൾക്കാരെ നാട്ടിലൊക്കെ വെറുപ്പിക്കുമെന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് അവതാരകയ്ക്ക് അറിയണം. എന്തിനാണ് മോനെ ആളുകളെ നീ വെറുപ്പിക്കുന്നത് എന്നതാണ് ചോദ്യം. ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു പൊളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ പറയാൻ പറ്റുമല്ലോ. കാണാൻ പോവുക കഷ്ടം. തലയ്ക്ക് വെളിവില്ലാതെ ആ ചെക്കൻ കൃത്യമായി പറയുന്നുണ്ട് തന്റെ ഹോബി അതാണെന്ന്. കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തിട്ട് പോകേണ്ട കേസിന് അവതാരകയ്ക്ക് വന്നത് നാണവും ചിരിയുമാണ് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തിയത്. വീണ്ടും അവതാരകയ്ക്ക് ഉത്സാഹമായി, പ്രോത്സാഹനമായി. എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത് എന്നായി ചോദ്യം. അവൻ അത് പറയാൻ അറിയില്ല എന്ന് പറയുമ്പോൾ അവതാരക കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്യൂരിയോസിറ്റി, കാണാനുള്ളൊരു ത്വര. ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. ഒരു ചെക്കൻ താൻ നാട്ടിലെ വീടുകളിൽ കയറി അന്തസ്സും അഭിമാനവുമുള്ള സ്ത്രീകൾ കുളിക്കുന്നിടത്ത് അവരറിയാതെ ഒളിഞ്ഞു നോക്കുന്നു എന്ന് പറഞ്ഞതിന് അവതാരകയുടെ കിടിലൻ പ്രോത്സാഹനമാണ് സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നത്. ക്യൂരിയോസിറ്റി എന്ന വാക്ക് പറഞ്ഞ് ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഇതുപോലുള്ള അവതാരങ്ങൾ കാരണം അന്തസ്സായി വ്യക്തിത്വത്തോടെ പണിയെടുക്കുന്ന ഞാൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് കേൾക്കേണ്ടി വരുന്നത് കുറച്ചൊന്നുമല്ല. കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇതിലൊന്നും ഒതുങ്ങുന്നതല്ല അവതാരകയുടെ കുളിസീനുമായി ബന്ധപ്പെട്ട് നടത്തിയ സംശയങ്ങൾ ഓരോന്നായി ചോദിക്കുന്നത്. അടുത്ത ചോദ്യം ആരെങ്കിലും പിടിച്ചോ എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ കുളിസീനൊക്കെ? ഉത്തരം അതിനൊക്കെ മമ്മു ബെസ്റ്റാ, പിടികൊടുക്കാതെ ഓടുമെന്നാണ്. വീണ്ടും ഒറ്റയ്ക്കല്ല, തന്റെ കൂടെ മറ്റൊരുത്തനുമുണ്ട് എന്നായി ഈ മമ്മുവിന്റെ പറച്ചിൽ. അതിന് അവതാരക നൽകിയ മറുപടിയാണ് കേമം. ഒരേ വൈബുള്ള ആളുകൾ എന്ന്. നോക്കൂ, നോക്കൂ എത്ര നീചമാണ് സമൂഹത്തിൽ ഇത്രയും വലിയൊരു ക്രിമിനലിനെ, ഇത്രയും അധം പതിച്ച വൃത്തികേടിനെ, ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരുവനെ, ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമത്തെ ഇത്രത്തോളം നിസ്സാരവൽക്കരിച്ച് താൻ ഇരിക്കുന്ന സീറ്റിന്റെ മൂല്യം പോലും മറന്നുകൊണ്ട് ഒരു അവതാരക പെരുമാറുക. എത്ര രൂപ നിങ്ങൾക്ക് ഈ റീച്ചിനായി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഈ സ്റ്റോറിക്കായി അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിനായി ലഭിച്ചാലും എന്ത് സന്ദേശമാണ് അങ്ങനെ വന്നിരുന്ന് 10 ലക്ഷത്തിലധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ചാനലിൽ വന്നിരുന്ന് ഇത് ചർച്ച ചെയ്യുമ്പോൾ ലഭിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ തന്നെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത്? കഷ്ടമെന്നല്ലാതെ എന്ത് പറയാനാണ്? ഇനി ഇവർ ആരാണ് എന്നറിയാത്തവർക്ക്, അല്ലെങ്കിൽ ഈ മമ്മു എന്ന് പറയുന്ന ആ പയ്യൻ ആരാണെന്ന് അറിയാത്തവർക്ക് പറയാം. അതായത് വിവാദങ്ങളിലൂടെ ശ്രദ്ധേയനായ ഒരു ബ്ലോഗറാണ് തൊപ്പി എന്നൊരു നിഹാദ് എന്ന് പറയുന്ന ഒരു പയ്യൻ. മലപ്പുറം വളാഞ്ചേരിയിൽ കട ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ഈ വേദിയിൽ അശ്ലീല പദങ്ങൾ പ്രയോഗം നടത്തിയതിന് ഈ തൊപ്പിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ തൊപ്പി സോഷ്യൽ മീഡിയയിലൂടെ ഹീറോയായി ഇവരെ പോലെയുള്ളവരൊക്കെ ഇന്റർവ്യൂ ചെയ്ത് അവനും ഇത്തരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി. ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്ന വകുപ്പ് ഈ തൊപ്പിക്കെതിരെ അന്ന് എടുത്തിരുന്നു. അന്ന് പോലീസ് മുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ചാണ് ഈ തൊപ്പിയെ പിടിക്കാൻ പോലീസ് അകത്ത് കയറിയത്. മാത്രമല്ല ബസ് ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടിയതിന് വടകര പോലീസ് ഇയാളെ കസ്റ്റഡിയിലും എടുത്തിരുന്നു. ആ തൊപ്പിയുടെ സുഹൃത്താണ് ഈ മമ്മു എന്നു പേരുള്ള ഈ ഇന്നത്തെ അവതാരകയുടെ ഈ ഗസ്റ്റ്. അതായത് ഇത് തന്നെയാണ് ഈ മമ്മുവിന്റെ അവതാരകയ്ക്ക് ഗസ്റ്റായി സ്വീകരിക്കാനുള്ള, അല്ലെങ്കിൽ ആ ചാനലിന് ഗസ്റ്റായി സ്വീകരിക്കാനുള്ള യോഗ്യത എന്നുള്ളതാണ്. സത്യത്തിൽ വലിയ വിഷമം തോന്നിയ ഒരു സംഭവമാണ്. ഇതിനോടൊപ്പം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമായി ഒരു നടിയും അവതാരകയുമായ ജ്വൽ മേരി പങ്കുവച്ച ഒരു പ്രതികരണം അത് പറയേണ്ടിയിരിക്കുന്നു. അത് കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. അവർ പറയുന്നത് എങ്ങനെയാണ്: അവതരണം എന്ന ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വാക്കുകളും